2025 ക്രിസ്മസ് വീക്കാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടുള്ള ഫസ്റ്റത്തെ ക്രിസ്മസ് ആയിരുന്നു. ക്ലാസ്സിലെല്ലാവരും നല്ല നല്ല ഡെക്കറേഷൻസ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ക്ലാസ്സുകാരും അവരുടെ ക്ലാസ്സിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്റ്റലോറ എന്നാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ക്രിസ്മസ് സെലിബ്രേഷൻ്റെ നെയിം എന്ന് പറയുന്നതാണ് എസ്റ്റലോറ എന്നുണ്ടായിരുന്നത്. സോ എല്ലാവരുടെ ക്ലാസ്സിലും അന്നത്തെ ദിവസം ഈ ഒരു നമ്മുടെ സ്മാർട്ട് ബോർഡിൽ അതിൻ്റെ ലോഗോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് എല്ലാവരുടെ ക്ലാസ്സിലും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, അതേപോലെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഈ ഹാങ്ങിങ് ഐറ്റംസ്, ക്രിസ്മസ് ട്രീ എല്ലാതും ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കോളേജിൻ്റെ എല്ലാവരും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്രിബ്. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള പുൽക്കൂട് മത്സരം ഉണ്ടായിരുന്നു. ഒരു പെർട്ടിക്കുലർ ഏരിയ അവർക്ക് കൊടുക്കുമായിരുന്നു. അത് ഒരു 2 hours കോമ്പറ്റീഷനാണ്. അതിൽ നമ്മുടെ ഐറ്റംസൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി വെക്കണം. സിറ്റിങ്ങിനുള്ള ടൈം മാത്രമാണ് നമ്മുടെ 2 hours ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അസോസിയേഷൻസും ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു ഫാക്കൽറ്റീനും ഇതിന് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പല മോഡലിൽ പല പുഴകൾ, പൂക്കൾ, പിന്നെ അതേപോലെ തന്നെ ഈ തെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വീടുകൾ, പിന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പുൽക്കൂടായിരുന്നു ഇത്. ജസ്റ്റ് വൈക്കോൽ കൊണ്ട് ഇങ്ങനെ വെറുതെ ഒരു നല്ല സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ളൊരു പുൽക്കൂടും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരുടേതായിട്ടുള്ള പുൽക്കൂടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ വേറൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത് ക്രിസ്മസ് കരോളിൻ്റെ കോമ്പറ്റീഷനായിരുന്നു. ആ ഒരു കോമ്പറ്റീഷന് ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും എല്ലാവർക്കും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പിന്നെ ഉണ്ടായ ഒരു ഇവൻ്റാണ് നമ്മുടെ DJ പാർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഡീൻ ജോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു DJ പെർഫോമറാണ് കോളേജിൽ ഈ പെർഫോമൻസിന് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹി വാസ് റിയലി എനർജറ്റിക് ആൻഡ് എന്തൂസിയാസ്റ്റിക് പേഴ്സൺ എന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു. എല്ലാവരെയും നല്ലോണം